ആചാരാനുഷ്ഠാനങ്ങളിലും മതപരമായ ചടങ്ങുകളിലും ആഫ്രിക്കൻ കുടുംബങ്ങൾക്ക് സംഗീതം പ്രത്യേകിച്ച് അർത്ഥപൂർണമാണ്. കൈകൊണ്ട് ഉപയോഗിച്ചതോ തടിയ ഉപയോഗിക്കുന്നതോ ആയ ഡ്രം ആഫ്രിക്കൻ സംസ്കാരത്തിലെ ഒരു പ്രധാന ഉപകരണമാണ്. അവർ ഒരു ആശയവിനിമയമെന്ന നിലയിൽ ഡ്രം ഉപയോഗിക്കാറുണ്ട്. വാസ്തവത്തിൽ അവയുടെ ചരിത്രവും സംസ്കാരവും സംഗീതത്തിന് വഴി തലമുറകൾക്കായി കൈമാറിയിട്ടുണ്ട്. അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് സംഗീതം. വാർത്തകൾ, പഠിപ്പിക്കൽ, ഒരു കഥ പറയാൻ, മതപരമായ ഉദ്ദേശ്യങ്ങൾ എന്നിവയ്ക്കായി അത് ഉപയോഗിക്കുന്നു. സംഗീത ഉപകരണങ്ങൾ പലതും അവരുടെ സംസ്കാരവുമായി വൈവിധ്യപൂർണവുമാണ്. ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ഏതെങ്കിലും വസ്തുക്കളിൽ നിന്ന് ആഫ്രിക്കൻകാർ സംഗീത ഉപകരണങ്ങൾ നിർമ്മിക്കുന്നു. വിരൽ മണികളും ജ്വലിക്കുന്ന കൊമ്പു, സംഗീത വില്ലും, തംപാനയും കാഹളശീലങ്ങളും ജിയോലോഫോണുകളും ഇതിൽ ഉൾപ്പെടുന്നു. ആഫ്രിക്കൻ വോക്കൽ സംഗീതത്തിൽ കോൾ ആൻഡ് റെസ്പോൺസ് എന്ന് വിളിക്കുന്ന ഒരു പാട്ട് രീതി വ്യക്തമാണ്. കോൾ ആൻഡ് റിട്ടേൺ, ഒരു വ്യക്തി ഒരു ഗായകൻ ഉത്തരം നൽകുന്ന ഒരു വാക്യം പാടിയുകൊണ്ട് നയിക്കുന്നു. ഇന്നത്തെ സംഗീതത്തിൽ ഈ രീതി ഇപ്പോഴും വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണമായി സുവിശേഷം സംഗീതം ഉപയോഗിക്കുന്നത്. ഡാൻസിംഗിന് താളം, സമയം, പല ശരീരഭാഗങ്ങൾ, ചലനം ആവശ്യമാണ്. സോഷ്യൽ കമന്ററി അവതരിപ്പിക്കുന്ന ഒരു തരം പ്രശസ്തമായ സംഗീതം ഹൈ ലൈഫ് ആണ്. ഡാൻസിംഗ് ആഫ്രിക്കൻ പാരമ്പര്യത്തിൽ പ്രധാന ആശയവിനിമയ സംവിധാനമായി അറിയപ്പെടുന്നു. ആഫ്രിക്കൻ നൃത്തങ്ങൾ പലപ്പോഴും ആംഗ്യങ്ങളും പ്രോബുകളും ബോഡി പെയിന്റും വസ്ത്രങ്ങളും സങ്കീർണമായ ചലനങ്ങൾ, ശരീരഭാഗങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ജാസ് മുതൽ ആൽബർട്ട് വരെയും കനത്ത ലോഹവും വരെ ജനപ്രിയമായ ആഫ്രിക്കൻ സംഗീതങ്ങളുടെ പല രൂപങ്ങളുണ്ട്. ചില പ്രശസ്തമായ ശൈലികൾ ഇവിടെയുണ്ട്.